ഹായ് ഓൾ, വെൽക്കം ടു ദ ഈസി കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യമനി മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മന്തി മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി അവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 3 വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞളും. ഇത്രയും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം. ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സ്കിന്നോട് കൂടിയിട്ടുള്ള 2 ലെഗ് പീസ് ആണ്. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിൽ അരമണിക്കൂർ ഉപ്പും വിനാഗിരിയും ഒഴിച്ച് സോക്ക് ചെയ്തെടുത്ത ചിക്കനാണ്. ഇതിൽ നന്നായി മസാല തേച്ച് പിടിപ്പിച്ച ശേഷം വീണ്ടും 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് റൈസിന് വേണ്ട ഐറ്റംസ് തയ്യാറാക്കാം. അതിനുവേണ്ടി അവിടെ എടുത്തിട്ടുള്ളത് പകുതി ക്യാപ്സിക്കം, പകുതി സവാള, 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഇനി ഒരു പോട്ടിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റി വന്ന ശേഷം നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായി വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് സെൻറ്റർ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി അവിടെ എടുത്തിട്ടുള്ളത് 2 ബേ ലീഫ്, 1 ഉണക്കനാരങ്ങ, 2 പട്ട, 3 ഏലക്ക, കറയാമ്പൂ, അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ ജീരകം. ഇത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി വന്ന ശേഷം നമുക്കിനി അതിലേക്ക് പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിയുടെ അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഴുകി വെച്ച് സെല്ല റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഫോയിലിട്ട് മൂടി വെക്കാം. ഒരു 3 ലെയർ ഫോയിലിട്ട് കവർ ചെയ്ത ശേഷം ഞാൻ അതിൽ നന്നായി ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി വേറൊരു ഫോയിൽ പേപ്പർ കൂടെ വെച്ച് കൊടുത്ത് നന്നായി ടൈറ്റ് ചെയ്ത് കവർ ചെയ്യാം. ഇനി ഇത് നമുക്ക് 25 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എടുത്ത് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറോ ഓയിലോ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെറ്റാക്കിയ ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് സ്മോക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കവർ ചെയ്ത് നമുക്ക് സ്മോക്ക് ചെയ്തെടുത്താൽ മതി.
10 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് ചാർക്കോൾ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ യമനി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്